ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടൂരാണുള്ളത്. അടൂർ ശരിക്കും ഇങ്ങനെ കിഴക്കൻ നാടാണെങ്കിലും ഇവിടെ കുറേ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നമുക്കതിൽ ചൂണ്ടക്കാരൻസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അത് എൻ്റെ ഒരു കസിൻ സജസ്റ്റ് ചെയ്തതാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഉച്ചയ്ക്ക് പല വെറൈറ്റീസ് ഓഫ് സീ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഏകദേശം അടൂരിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. 12:04 ആയതേ ഉള്ളൂ. അപ്പം ആ ടൈം കണക്കാക്കി നമുക്ക് അങ്ങോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഹോട്ടലിലെ വിശേഷങ്ങൾ. പാർക്കിംഗ് ഉണ്ട്, പക്ഷേ നമ്മൾ പുറത്താണ് ഇട്ടത്. ഇതാണ് ചൂണ്ടക്കാരൻ. മീൻ വിഭവങ്ങൾ, നാടനൂണ്, ഷാപ്പ് കറികൾ, അറബിക്ക്, ഫ്രഷ് ജ്യൂസ്. അറബിക്കും ഉണ്ട്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. അവരുടെ അടുക്കളയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഓർഡറിനനുസരിച്ച് മാത്രമാണ് ഇവിടെ പാകം ചെയ്യുന്നത്. ഇതേ കണ്ടോ, ഈ ചട്ടി ഇതേപോലെ നമ്മുടെ ടേബിളിലെത്തും. അതിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ കണ്ടിരുന്നു. നമ്മളൊരു ആവോലിക്കറിയാണ് പറഞ്ഞിരിക്കുന്നത്. ആവോലിയും ഒരു കൊഞ്ച് റോസ്റ്റ്, പെപ്പർ റോസ്റ്റാണ്. ഇവിടെ മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട്. മത്തി, ചെറിയ മീനുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ മസാലാസും ഉണ്ട്. അപ്പം നമുക്ക് നേരെ തിരിച്ചു പോകാമല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടായാലോ. തൊടുകറികളുടെ കാര്യത്തിൽ അവർ യാതൊരുവിധ പിശുക്കും കാണിച്ചില്ല. അതേ നമ്മുടെ അച്ചാറെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇലയുടെ സൈഡിൽ നമ്മളുടെ കൊഞ്ച് റോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ തോരൻ. ഞാൻ അകത്ത് പോയി വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അവർ കൊഞ്ച് റോസ്റ്റിങ് ടേബിളിൽ എത്തിച്ചു. അതുകൊണ്ട് അത് കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളുടെ തൊടുകറികളെല്ലാം ഇതേ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അവിയലാണത്. പക്ഷെ അവിയലിൻ്റെ കളർ എന്താണോ എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചട്ടി അതേ കൂട്ടെത്തിയിട്ടുണ്ട്. അടിപൊളി പ്രസൻറ്റേഷൻ, നല്ല ചൂട് ആവി പറക്കുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ ചോറിലേക്ക് വരാം. ചോറിന് പരിപ്പാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത്. പപ്പടം വന്നതുകൊണ്ട് പരിപ്പ് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് പതുക്കെ കഴിച്ചു തുടങ്ങാം ഗൈസ്. നമുക്ക് പരിപ്പും കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫിഷിലേക്ക് വരാം. പരിപ്പ് പപ്പടമാണല്ലോ കോംബോ. കുറച്ച് ചാരം കളഞ്ഞേക്കാം. ആവോലി ഔട്ടിരിക്കും. നല്ല ചൂടാണ്. അതേ അടുപ്പിൽ നിന്ന് നേരെ ഇങ്ങ് വന്നേക്കാണ്. ഇത്രയും മീനുള്ളത് പോരാഞ്ഞിട്ട് അവർ എനിക്കൊന്ന് ഊണിൻ്റെ കൂടെയുള്ള മീൻകറിയാണ്. ഫിഷ് കറി മീൽസ് ആയിരിക്കുമല്ലോ. ആവോലി മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടെന്ന് വെച്ചാൽ അത്രയും ചൂട് സാധനമാണ്. സംഭവം ആവോലി നൈസായിട്ടുണ്ട്. നമുക്ക് കൊഞ്ചിനെ ഒന്ന് ട്രൈ ചെയ്യാം. സദ്യനായ വലിപ്പമുള്ള കൊഞ്ചാണ്. ലൈക്ക് എൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് കിടിലം, വല്ലാത്തൊരു ഫീൽ കേട്ടോ. സൂപ്പർ. അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് ഫ്രൈ ഉണ്ട്. ഇത് ഏത് ഫിഷാണെന്നറിയില്ല. കൊള്ളാം. അവിയൽ പോലെ ഉണ്ട്. കിച്ചടി, തോരൻ നൈസായിട്ടുണ്ട്. അച്ചാറും കൊള്ളാം. അപ്പം ഞാനിതൊന്നും മൊത്തം കഴിക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം. ഈ ചട്ടിയിലുള്ള പ്രസൻറ്റേഷൻ ഒന്ന് നോക്കിയേ, ശരിക്കും മനോഹരമായില്ല. ചൂട് അതേ കൂട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ബാക്കി ഞാൻ കഴിച്ചിട്ട് കാണാം. പായസം എത്തി.
അങ്ങനെ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു. പായസവും തന്നായിരുന്നു. പായസം കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ഒന്നുകൂടെ എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ കറി ഉണ്ടായിരുന്നു. ബാക്കി വിശേഷം പുറത്തിറങ്ങിയിട്ട് സംസാരിക്കും. ചൂണ്ടക്കാരൻസ് ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ മണിയടിക്കുക. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഉച്ച സമയത്ത് ഇവിടെ മണിയടിയുടെ ബഹളമായിരിക്കും. അങ്ങനെ നമ്മൾ ചൂണ്ടക്കാരൻസിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ശരിക്കും ആവോലി കിടിലമായിരുന്നു, എല്ലാം കിടിലമായിരുന്നു. ആവോലി കിടിലമായിരുന്നു, കൊഞ്ച് കിടിലമായിരുന്നു. ഈവൻ ആ ഓരോ തൊടുകറികൾക്ക് വരെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ല എഫേർട്ട് എടുത്ത ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലാതെ കാട്ടിക്കൂട്ടി വെച്ചതായിട്ട് തോന്നിയില്ല. അവസാനം തന്ന പായസം അടക്കം. പിന്നെ 2 പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ഒന്ന്, ചൂട് അസാധ്യമായ ചൂടായിരുന്നു. ഫാനിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. പിന്നെ മിനറൽ വാട്ടർ ചിൽഡ് ഉണ്ടായിരുന്നില്ല. അത് ലൈക്ക് മേ ബി അവർ ഒരു ഹെൽത്തി കാര്യത്തിന് വേണ്ടി കൊടുക്കാതിരിക്കുന്നതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. തണുത്ത വെള്ളം അത് ഈ ചൂട് സമയത്ത് ഒന്നാലോചിച്ചൊക്കെ 1 മണി സമയം, നാഷണൽ ഹൈവേയുടെ തൊട്ട് സൈഡിലെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കൂ. ബാക്കി ഫുഡിൻ്റെ കാര്യത്തിൽ സൂപ്പർ. കാര്യം നമ്മൾ പടിഞ്ഞാറുള്ളവരുടെ ഒരു ധാരണയുണ്ടല്ലോ, നമ്മുടെ നാട്ടിലാണ് നല്ല ഫിഷ് കിട്ടുന്നത് അല്ലെങ്കിൽ ഫിഷ് കറികൾ കിട്ടുന്നത്. ശരിക്കും ഇവിടെ അടൂര് വരെ ഓടി വന്നതിന് യാതൊരുവിധ നഷ്ടവും എനിക്ക് തോന്നുന്നില്ല. സോ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവഴി കടന്നു പോകുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഉച്ച സമയത്ത് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഊണ് റെഡിയാവും. പിന്നെ ഒരു ഇത്തിരി വെയിറ്റിംഗ് ടൈം ഉണ്ട്. കാര്യം എല്ലാം ലൈവായിട്ടല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സോ അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.